ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആന ഇപ്പൊ നിൽക്കുന്നത് പറഞ്ഞത് ഈ വനമേഖലയോട് ചേർന്നിട്ടാണ്. കർണാടകം പറയുന്നത് ആ ബൗണ്ടറിയിലേക്ക് കടന്നാൽ വെടിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ്. വെടിവെക്കേണ്ട സാഹചര്യമുണ്ടോ ഇല്ലയോ? അല്ല, വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ജനവാസ മേഖലയിൽ തന്നെ ആന തുടരുന്ന ഘട്ടത്തിലാണ് നമുക്ക് വെടിവെക്കേണ്ടി വരിക. ജനവാസ മേഖലയിൽ കടന്നു വരികയും ജനങ്ങളെ കൊല്ലുകയും കൃഷിനാശം നടത്തുകയും ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമാണ് ആ ആന ഉപദ്രവകാരിയായ ആനയാണ് എന്ന് കണ്ടുകൊണ്ട് വെടിവെക്കാനുള്ള ഉത്തരവ് നമ്മൾ നൽകിയിട്ടുള്ളത്. പക്ഷെ ആന സ്വമേധയ കർണാടകത്തിലേക്ക് വനമേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വനമേഖലയ്ക്ക് അകത്തുള്ള കാര്യങ്ങൾ താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കർണാടക ഗവൺമെന്റ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതെങ്ങനെ? പക്ഷേ കേരള അതിർത്തിയിലെ ജനവാസ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്ന കാര്യമാണ് നമ്മൾ ആലോചിച്ചത്. അതാണ് വന്ന് അവിടെ അവന് സൂര്യവിഹാരം നടത്താൻ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് കേരളത്തിന്റെ വനം വകുപ്പിന്റെ നിലപാട്. ഇന്ന തരത്തിലുള്ള അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്നിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു മയക്കുവെടിക്കുള്ള സാധ്യത ഇന്നുണ്ടോ? ഇങ്ങനെയാണ് അവരുടെ റീഡിംഗ് അനുസരിച്ച് മയക്കുവെടി വെക്കേണ്ട സാധ്യത ഇന്ന് മങ്ങുകയാണ്. അല്ല, മയക്കുവെടി വെക്കേണ്ട സാധ്യത ഉണ്ടാകുമ്പോൾ അതിന് സജ്ജമാണ്. മയക്കുവെടി വെച്ച് ആ ആനയെ പിടിക്കാനുള്ള സാഹചര്യം ഒത്തുവന്നാൽ അത് ചെയ്യാൻ തന്നെയാണ് വനംവകുപ്പിലെ തീരുമാനം. എന്നാൽ സാഹചര്യം ഒത്തുവരില്ല എന്നുള്ളതിൽ നിന്ന് അത് സ്വമേധയാ മറ്റു കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ആക്ഷനിലേക്ക് പോകാൻ നിയമപരമായ സാധ്യതയില്ലല്ലോ. അപ്പോൾ അത് അവിടെ ഓരോ മണിക്കൂറും ഉണ്ടാകുന്ന പുതിയ സാഹചര്യം അനുസരിച്ചല്ലാതെ ഇക്കാര്യത്തിൽ വെടിവെക്കില്ലെന്നോ വെടിവെക്കുമെന്നോ, നമ്മുടെ അതിർത്തിയിൽ ഇതുപോലെ തുടരുകയാണെങ്കിൽ വെടിവെക്കും. ഇതിനകത്ത് ഇപ്പൊ ഏതെങ്കിലും ആൾക്ക് വീഴ്ച സംഭവിച്ചിട്ട് വിലയിരുത്തുന്നുണ്ടോ? അതിപ്പോ കർണാടക കൃത്യമായി വിവരം നൽകാത്തതോ അതോ കേരളത്തിലെ വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാത്തോ അവരെന്തെങ്കിലും ഒരു വീഴ്ച എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചായിട്ട് വിലയിരുത്തിയിട്ടുണ്ടോ? അല്ല, ഇതുവരെ നമ്മൾ കണ്ടെത്തിയത് ഈ നിർദ്ദേശം കർണാടകയിൽ നിന്നും കേരള ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കിട്ടുന്നതിൽ കാലതാമസം ഉണ്ടായെന്നാണ് കിട്ടുക. പക്ഷേ അതൊരു വിവാദ വിഷയമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് അതുകൊണ്ടാണ് ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി യോഗം കൂടി അവരത് പരിശോധിക്കട്ടെ. എന്തെങ്കിലും വീഴ്ചകളുണ്ടായാൽ ആ വീഴ്ചകൾ കണ്ടെത്തിയാൽ അത് സംബന്ധിച്ച് നടപടികൾ തുടർന്ന് സ്വീകരിക്കുക എന്നല്ലാതെ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെയോ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനെയോ കുറ്റപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് ഞങ്ങൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല.